എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG 2024 പരീക്ഷയുടെ സ്കോർ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് exams.nta.ac.in/neet എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഫൈനൽ ആൻസർ കീ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫൈനൽ ആൻസർ കീ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഏതായിരുന്നു അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കോഡിനനുസരിച്ചുള്ള ആൻസർ കീ പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു ബുക്ക്ലെറ്റിൻ്റെ കോഡ് ഇവിടെ മുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിലല്ല, ജസ്റ്റ് ആ ഒരു കോഡ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്പറും അതുപോലെ ആൻസേഴ്സും ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. ടോട്ടൽ 45ഓളം പേജുകളുണ്ട്. അതുപോലെ തന്നെ അതിനനുസരിച്ച് ആ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം NTA ഡിക്ലെയർ ദ റിസൾട്ട്. അതായത് ഈ ഒരു മുകളിലുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു നീറ്റ് പരീക്ഷയിൽ 100 റാങ്കിൽ ഏതൊക്കെ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ ഭാഷകളിൽ എത്ര വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഓരോ വിഭാഗ കാറ്റഗറിയിലും എത്ര വീതം വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ട്, അത് 2019 മുതൽ ഈ ഒരു 2024 വരെ എത്ര വിദ്യാർത്ഥികളാണ് ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ളത്, അതുപോലെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതുപോലുള്ള എല്ലാവിധ കാറ്റഗറി വൈസ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഓരോ ഭാഷകളിൽ എത്ര വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ വർഷം, അതായത് ഈ 2019 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ എത്ര വീതം വിദ്യാർത്ഥികൾ ഓരോ ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അതുപോലെ തേർഡ് ജെൻഡർ എന്നിവർ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, എത്ര വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്തു, പരീക്ഷ എഴുതി, എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടില്ല, എത്ര വിദ്യാർത്ഥികൾ ക്വാളിഫൈ ആയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെയുള്ള നീറ്റ് പരീക്ഷയെക്കുറിച്ച്, അതുപോലെ ഓരോ കാറ്റഗറിയിൽ എത്ര വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത്, പരീക്ഷ എഴുതിയിട്ടുള്ളത്, ക്വാളിഫൈ ആയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ എത്ര ഇന്ത്യക്കാർ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ NRI എത്ര ആൾ എഴുതിയിട്ടുണ്ട്, അതുപോലെ OCI എത്ര എഴുതിയിട്ടുണ്ട്, ഫോറിൻ നാഷണൽസ് എത്ര പേർ എഴുതിയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും, അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും എത്ര വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ ആദ്യം 100 റാങ്കിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസും ഇതിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ മെയിൽ ടോപ്പേഴ്സ് ആരൊക്കെയാണ്, ഫീമെയിൽ ടോപ്പേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ അൺറിസർവ്ഡ് കാറ്റഗറിയിലെ ടോപ്പേഴ്സ് ആരൊക്കെയാണ് എന്നിങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ ST കാറ്റഗറിയിലുള്ള ടോപ്പേഴ്സ് ആരാണ്, അതുപോലെ സ്റ്റേറ്റ് കാറ്റഗറിയിൽ സ്റ്റേറ്റ് ടോപ്പേഴ്സ് ആരാണ് എന്നിങ്ങനെ എല്ലാ വിധത്തിലും സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ സ്കോർ കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ഫോർ സ്കോർ കാർഡ് എന്ന് പറഞ്ഞിട്ട് നീങ്ങിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു, അതായത് ഈ ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്താണ് കാണുന്നത്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളിവിടെ ക്ലിക്ക് ഹിയർ ഫോർ നീറ്റ് 2024 സ്കോർ കാർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ചിലപ്പോൾ ആദ്യം തന്നെ വരണമെന്നില്ല, ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ചിലപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ആ ഒരു പേജ് വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ഈ ഒരു നിങ്ങളുടെ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ആ ഒരു ഭാഗമായിരിക്കും. അതായത് സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് അറിയില്ല, വർക്കാകുന്നില്ല. ജസ്റ്റ് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ, അതായത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതായത് ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇത് നൽകിയിട്ടുണ്ട്, അതായത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ചെക്ക് യുവർ ഫോട്ടോ ആൻഡ് QR കോഡ് ഓൺ യുവർ സ്കോർ കാർഡ്. ഇഫ് എയ്തർ ദ ഫോട്ടോ ഓർ ദ QR കോഡ് ഈസ് മിസ്സിംഗ് കൈൻഡ്ലി റീഡൗൺലോഡ് ഇറ്റ്. അതായത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ QR കോഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയോ മിസ്സായി പോയിട്ടുണ്ട്, അത് അതിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ആ ഒരു സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ കേരളത്തിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഫാർമസി, അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ്, അതുപോലെ ആർക്കിടെക്ചർ കോഴ്സസ് എന്നിങ്ങനെയുള്ള കോഴ്സുകളിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ നീറ്റിൻ്റെ സ്കോർ ഇനി ഉടൻ തന്നെ നിങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതിപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസസിലും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവൽ ഈ ഒരു MBBS അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിനായിട്ടും വിദ്യാർത്ഥികൾ അതായത് ഈ ഒരു മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി അതായത് MCCയുടെ വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾ അപേക്ഷ നൽകേണ്ടതാണ്. അപ്പോൾ അതിനുള്ള അപേക്ഷയും ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ആ ഒരു അലോട്ട്മെൻറ്റ് നടപടികളൊക്കെ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു റാങ്ക് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ അപേക്ഷകളൊക്കെ എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.